ഇത് നമ്മൾ ക്യാബേജ് തോരൻ വയ്ക്കാനാണ് പോണത്. അതിനൊരു പകുതി ക്യാബേജ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂണാണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റ് ഇതിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക കേട്ടോ. നന്നായിട്ട് പുരട്ടി വെച്ചു കേട്ടോ, മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ട് കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു 3 പച്ചമുളക്, ഇഞ്ചി, വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. കളറൊന്നും മാറണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ആയില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജ് ഒരു 10 മിനിറ്റ് മതി വേവാൻ. ക്യാബേജും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ മൂടി വയ്ക്കും. ഇനി ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ആയിണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയിട്ട് നമുക്ക് ഇതാവാൻ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ ഗ്യാസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ.